Okay students, next നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് intermediate representation. ഇവിടെ phases of compilers explain ചെയ്യുന്ന സമയത്ത് നമ്മൾ different type of intermediate representations കണ്ടതാണ്. അപ്പോൾ lexical analyzer, syntax analyzerലേക്ക് പാസ് ചെയ്യുന്ന ഒരു intermediate representation ആണ്. ഈ രണ്ട് ഫേസസിൻ്റെയും ഇടയിൽ വരുന്ന ഒരു intermediate representation ആണ് token stream എന്ന് പറയുന്നത്. Then another syntax tree is another intermediate representation. അതിനുശേഷം വരുന്നതാണ് intermediate code generator. intermediate code generator ആണ് intermediate representation എന്ന് പറയുന്ന ഒരു representation ലെവലിലേക്ക് ഉള്ള ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു intermediate representation പിന്നീട് ആ ഒരു intermediate representation എന്ന് പറയുന്നത് സിൻടാക്സ് ട്രീയോ ടോക്കൺ സ്ട്രീമോ ഒന്നുമല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ കൂടുതലായിട്ട് പറയുന്നത്. എന്നാൽ ടോക്കൺ സ്ട്രീം, സിൻടാക്സ് ട്രീ എല്ലാം തന്നെ ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻസ് ആണ്. അനദർ ടൈപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്ന് മാത്രം. ടോക്കൺ സ്ട്രീമും സിൻടാക്സ് ട്രീയും അല്ലാത്ത മറ്റൊരു ടൈപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ ടോക്കൺ സ്ട്രീമിൻ്റെ കേസിലാണെങ്കിലും സിൻടാക്സ് ട്രീൻ്റെ കേസിലാണെങ്കിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയതാണ് ഇതിനു മുമ്പ്. ഇനി നമുക്ക് ഈ ഒരു ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ്റെ അതർ ടൈപ്സ് ആണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷനെ പിന്നീട് ഓരോ ഫേസസിലും പാസ് ചെയ്ത് അതിൽ ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് വരുത്തിക്കൊണ്ടാണ് ടാർഗറ്റ് മെഷീൻ കോഡ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ സിൻടാക്സ് ട്രീ ആൻഡ് 3 address കോഡ്സ് ആണ് വേറൊരു സോർട്ട് ഓഫ് റെപ്രസെൻറ്റേഷൻ വരുന്നത്. മെയിൻലി ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും 3 address കോഡ് തന്നെയാണ്. സിൻടാക്സ് ട്രീയും മറ്റുള്ള ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻസ് എല്ലാം നമ്മളിതിന് മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ബ്രോഡായിട്ട് ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും: ഹൈ ലെവൽ റെപ്രസെൻറ്റേഷൻസ് ആൻഡ് ലോ ലെവൽ റെപ്രസെൻറ്റേഷൻസ്. ഹൈ ലെവൽ റെപ്രസെൻറ്റേഷൻസ് ആർ ക്ലോസ് ടു ദ സോഴ്സ് ലാംഗ്വേജ്. For example, syntax tree depicts the natural hierarchical structure of the source program and are well suited to tasks like static type checking. Low-level representation suitable for machine-dependent tasks like register allocation and instruction selection. ഇപ്പോൾ സിൻടാക്സ് ട്രീ ആണ് ഹൈ ലെവൽ റെപ്രസെൻറ്റേഷൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത്. അതൊരു സോഴ്സ് പ്രോഗ്രാമിൻ്റെ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഇതിനു മുമ്പേ കണ്ടിട്ടുള്ളതാണ്. ഇനി നമുക്ക് ലോ ലെവൽ റെപ്രസെൻറ്റേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് മെഷീൻ ഡിപ്പെൻഡൻറ്റ് ടാസ്ക് ലൈക്ക് രജിസ്റ്റർ അലോക്കേഷൻ ആൻഡ് ഇൻസ്ട്രക്ഷൻ സെലക്ഷൻ ഇതിനെല്ലാം ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 3 address കോഡ്. ഇറ്റ് ക്യാൻ റേഞ്ച് ഫ്രം ഹൈ ടു ലോ ലെവൽ ഡിപ്പെൻഡിങ് ഓൺ ദ ചോയ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ്. For a looping statement, a syntax tree represents the component of a statement, whereas 3 address code contains labels and jump instruction to represent the flow of control as in machine language. അപ്പോൾ ഇവിടെ ലാബൽസ് ആൻഡ് ജമ്പ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലാബൽസും ജമ്പ് ഇൻസ്ട്രക്ഷൻസുമായിട്ട് മെഷീൻ ലെവൽ ലാംഗ്വേജിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒന്നാണ് 3 address കോഡ് എന്ന് പറയുന്നത്. An intermediate representation may either be an actual language or it may consist of internal data structures that are shared by phases of compilers. C is a programming language often used as an intermediate form. അപ്പോൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു intermediate representation എന്ന് പറയുന്നത് ഒരു ആക്ച്വൽ ലാംഗ്വേജ്, ഒരു മെഷീൻ ലെവൽ ലാംഗ്വേജ് തന്നെ ആയിരിക്കാം. അതല്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കുന്ന മറ്റെന്തെങ്കിലും ഒരു ഫോം ആയിരിക്കാം. അത്തരം ഒരു intermediate representation ആണ് ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് എന്ന് പറയുന്നത്. It's a variant of syntax tree. It can be constructed by using the same technique that construct syntax tree. നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് സിൻടാക്സ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്ന ടെക്നിക്ക്. A directed acyclic graph for an expression identifies the common sub-expressions of the expression that occurs more than once. ഈ ഒരു പോയിന്റാണ് നോട്ട് ചെയ്യപ്പെടേണ്ടത് ഇവിടെ. അതായത് ഒരു സിൻടാക്സ് ട്രീയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സിമിലർ ആയിട്ട് തന്നെ തോന്നുന്ന ഒന്നാണ് ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് എന്ന് പറയുന്നത്. അതിന് സിൻടാക്സ് ട്രീ ആയിട്ട് ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ മോർ ദാൻ വൺസ് ഒക്യൂർ ചെയ്യുന്ന കോമൺ സബ് എക്സ്പ്രഷനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ റിപ്പീറ്റഡ്ലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി റെപ്രസെന്റ് ചെയ്യുന്നത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ട്രീ ആണ് ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. A DAG has leaves corresponding to atomic operands and interior nodes corresponding to operators. A node n
in a DAG has more than one parent if n represent a common sub-expression. അപ്പോൾ സിൻഡാക്സ് ട്രീയിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന പോലെ തന്നെ ലീഫ് നോഡ്സ് എല്ലാം തന്നെ അതിൻ്റെ അറ്റോമിക് ഓപ്പറൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതുപോലെ ഇൻറ്റേർണൽ നോഡ്സ് എല്ലാം കറസ്പോണ്ടിങ് ഓപ്പറേറ്റേഴ്സിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നു. എന്നാൽ സിൻഡാക്സ് ട്രീയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് DAGയിൽ ഒരു n എന്ന് പറയുന്ന നോഡിന് മോർ ദാൻ വൺ പാരന്റ് ഉണ്ടായിരിക്കാം. കോമൺ സബ് എക്സ്പ്രഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു നോഡാണ് n എങ്കിൽ അതിന് എവിടെയൊക്കെയാണ്, ഏതൊക്കെ എക്സ്പ്രഷനിൽ ഏതൊക്കെ പോയിന്റിലാണ് ആ ഒരു സബ് എക്സ്പ്രഷൻ, കോമൺ സബ് എക്സ്പ്രഷൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, ആ പൊസിഷനിൽ നിന്നെല്ലാം ഇതിലേക്ക് കണക്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് a പ്ലസ് a സ്റ്റാർ b മൈനസ് സി പ്ലസ് ബി മൈനസ് സി ഇൻറ്റു ഡി എന്നാണ്. ബി മൈനസ് സി എന്ന് പറയുന്നത് ഇവിടെ കോമൺ സബ് എക്സ്പ്രഷൻ ആണ്, മോർ ദാൻ വൺസ് ഒക്കർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി അതിൻ്റെ DAGയിലേക്ക് നോക്കുകയാണെങ്കിൽ സിൻഡാക്സ് ട്രീ റെപ്രസെൻ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ സൈക്കിൾസ്. പക്ഷേ ഇവിടെ കോമൺ സബ് എക്സ്പ്രഷൻ ഇവിടെ 2 എ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ആ 2 എനെയും കൂടെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ കാണിക്കുന്നത് ഈ പ്ലസ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലസ്സിൽ നിന്നും ഇതിലേക്കൊരു ബ്രാഞ്ച് ഗ്രോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ ഇവിടെ വരുന്നുണ്ട്, അതിൽ നിന്നും ഒരു ബ്രാഞ്ച്. അപ്പോൾ a പ്ലസ് a സ്റ്റാർ എന്നുള്ള ആ ഒരു റെപ്രസെൻറ്റേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. കോമൺ സബ് എക്സ്പ്രഷൻസിനെ റിപ്പീറ്റഡ്ലി റെപ്രസെൻ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുപോലെ തന്നെ b മൈനസ് സി എന്ന് പറയുന്നത് ഇവിടെ 2 പ്രാവശ്യം വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിനെ സിംഗിൾ ആയിട്ട് തന്നെ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയും അതിൻ്റെ b മൈനസ് സി എന്നുള്ളതിൻ്റെ ഓപ്പറേഷന് ശേഷം നമുക്ക് പെർഫോം ചെയ്യേണ്ടത് എന്താണ്, അതിന് ഇങ്ങോട്ട് ബ്രാഞ്ച് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുക വേണം. അപ്പോൾ ഈ ഒരു മൈനസ് എന്നുള്ളതിന് നമുക്ക് സ്റ്റാറും ഈ സ്റ്റാറും ആയിട്ട് 2 പാരൻറ്റിനെ ഇവിടെ കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷനാണ് DAGയിൽ വരുന്നത്. സിൻഡാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ ടു പ്രൊഡ്യൂസ് സിൻഡാക്സ് ട്രീസ് ഓർ DAGs. ഇത് നമ്മൾ ഇതിനു മുമ്പേ കണ്ടിട്ടുള്ളതാണ്. സിൻഡാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ DAGയോ സിൻഡാക്സ് ട്രീയോ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു സിൻഡാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ സിൻഡാക്സ് ട്രീൻ്റെ കൺസ്ട്രക്ഷനിൽ പറഞ്ഞിരിക്കുന്ന സെയിം തന്നെയാണ്. നോഡ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്റ്റ്, അതിലേക്ക് അതിൻ്റെ ചൈൽഡ് നോഡ്സും ഓപ്പറേറ്ററും പാസ് ചെയ്ത് കൊടുക്കുന്നു. അത് ഫ്രഷ് ആയിട്ടുള്ള ഒരു നോഡിനെ ക്രിയേറ്റ് ചെയ്യും, അത് ഒരു ഇൻറ്റേർണൽ നോഡിനെ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ലീഫ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ടർ, അതിലേക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു ലീഫ് നോഡിനെയും കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സിൻഡാക്സ് ട്രീ കൺസ്ട്രക്ഷൻ സ്റ്റെപ്പിൽ നിന്നും ഇതിനുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഓരോന്നിനെയും പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്ത നോഡിലേക്ക് തന്നെ പോയിന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ P1 എന്ന് പറയുന്നത് ലീഫ് ID എൻട്രി A, അതിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം P2ൽ വീണ്ടും ലീഫ് ID എൻട്രി A തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് അതിനെ P1ലേക്ക് തന്നെ പോയിന്റ് ചെയ്തിരിക്കുന്നു. അതാണ് നമ്മളിവിടെ ഈ ഒരു DAGയിൽ കണ്ടിരിക്കുന്നത്. ഇവിടെ A എന്ന് പറയുന്ന ഒരു ഒരു ലീഫ് നോഡ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഇവിടേക്ക് വേണ്ടി ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ, ഇതിൻ്റെ ചൈൽഡായിട്ട് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് സെയിം തന്നെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുകയും അതിലേക്ക് അതിൻ്റെ പോയിന്റർ അസൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഇത്രയും നോഡ്സ് ആസ് യൂഷ്വൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ P8 ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ID എൻട്രി B വരുന്നു. ID എൻട്രി B എന്ന് പറയുന്നത് ഇവിടെ ID എൻട്രി B ഇവിടെ ഓൾറെഡി ക്രിയേറ്റഡ് ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ P3യിലേക്ക് തന്നെ പോയിന്റ് ചെയ്ത് കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ P4, P5 എന്നിവ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. ഇത്തരത്തിലാണ് ആ ഒരു സബ് എക്സ്പ്രഷൻസിൻ്റെ റിപ്പീറ്റഡ് റെപ്രസെൻറ്റേഷനെ അവോയ്ഡ് ചെയ്യുന്നത്. ഇനി DAG ക്രിയേഷൻ്റെ തന്നെ വേറൊരു മെത്തേഡാണ് പറയുന്നത് വാല്യൂ നമ്പർ മെത്തേഡ് ഫോർ കൺസ്ട്രക്റ്റിംഗ് DAGs. The node of a syntax tree or DAG are stored in an array of records as shown below. ഇത് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഒരു ഗ്രാഫായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ അതിൻ്റെ തന്നെ ഒരു റെക്കോർഡായിട്ട് അറേ ഓഫ് റെക്കോർഡായിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ലീഫ് നോഡാണെങ്കിൽ അതിന് 2 ഫീൽഡ്സ് ആണ് ഉണ്ടായിരിക്കുക. അതിൻ്റെ നെയിം,
അതുപോലെ തന്നെ അതിൻ്റെ പോയിൻ്റർ, ടോക്കൺ നെയിമും പോയിൻ്ററുമായിട്ട് 2 ഫീൽഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ ഇൻറ്റേർണൽ നോഡ്സിലേക്ക് വരുമ്പോൾ അവിടെ ലെഫ്റ്റ് ചൈൽഡ് റൈറ്റ് ചൈൽഡ് പോയിൻ്റ് ചെയ്യുന്ന 2 ഫീൽഡ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ പോയിൻ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഈ അറേൻ്റെ ഇൻഡെക്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു കറക്റ്റ് നോഡിനെ പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സബ് ട്രീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന i+10 എന്ന് പറയുന്നത് ഐയിലേക്ക് തന്നെ അസൈൻ ചെയ്യുന്ന ആ ഒരു DAG ആണ് ഇവിടെ അറേ റെപ്രസെൻറ്റേഷനിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക +1 and 2 ആണ്. ഇപ്പോൾ +1 പൊസിഷനിൽ 10ഉം ഇവിടെ വരുന്ന ലെക്സിക്കൽ വാല്യൂവും രണ്ടും കൂടെ ആഡ് ചെയ്ത് അതിന് 3rd പൊസിഷനിൽ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടും. ഈ 3rd പൊസിഷനിൽ കിട്ടുന്ന റിസൾട്ട് 3 പോയിൻ്റ് ചെയ്തിരിക്കുന്നത്, ഇവിടെ അതിൻ്റെ ലൊക്കേഷൻ കൊടുത്ത് പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അത് +1 എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ i എന്ന് പറയുന്ന ഐഡൻറ്റിഫയറിൻ്റെ ലെക്സിക്കൽ വാല്യൂ വീണ്ടും അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് അതിനെ ഈ ഒരു റൂട്ട് പൊസിഷനിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു വർക്കിംഗ് ആണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സബ് ട്രീനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഇവിടെ +1 2 എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. 1ൽ വരുന്നത് ഐഡൻറ്റിഫയർ ഐൻ്റെ ലെക്സിക്കൽ വാല്യൂവും അതുപോലെ നമ്പർ 10ഉം ആണ്. അപ്പോൾ ഈ ഒരു റെപ്രസെൻറ്റേഷനിൽ നമ്മൾ ഓരോ നോഡിനെയും ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട്, ഇപ്പോൾ ഈ ഒരു നോഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് 1 എന്നുള്ളൊരു നമ്പറും അതുപോലെ തന്നെ ഈ 10 എന്ന് പറയുന്ന നമ്പർ നോഡിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് 2 എന്ന് പറയുന്ന നമ്പർ, ഈ ഒരു നോഡിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് 3 എന്ന് പറയുന്ന നമ്പർ, ഇങ്ങനെ നമ്പേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അറേ ഇൻഡെക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ നമ്പറിന് പറയുന്ന പേരാണ് വാല്യൂ നമ്പർ എന്ന്. അതുകൊണ്ട് തന്നെയാണ് വാല്യൂ നമ്പർ മെത്തേഡ് ഫോർ കൺസ്ട്രക്റ്റിംഗ് DAG എന്നുള്ളതിൽ നമ്മളിത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ DAG ഒരു അറേ റെപ്രസെൻറ്റേഷനിൽ കൊടുക്കുകയും അതിൽ ഓരോന്നിനെയും വാല്യൂ നമ്പർ വെച്ചുകൊണ്ട് ഓരോ നോഡിനെയും നമ്മൾ റെഫർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതിലുള്ള ഓരോ ഇൻറ്റേർണൽ നോഡ്സിനെയും ഓരോ ഇൻറ്റീരിയർ നോഡ്സിനെയും നമുക്ക് ഈ രീതിയിലൊരു ട്രിപ്പിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. ഓപ്പറേറ്റർ, ലെഫ്റ്റ് ചൈൽഡ്, റൈറ്റ് ചൈൽഡ്. ഈ ലെഫ്റ്റ് റൈറ്റ് ചൈൽഡ്സ് അതിൻ്റെ അനദർ നോഡ്സിന് പോയിൻ്റ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഇൻ കേസ് നമുക്ക് ഈ ഒരു ഓപ്പറേറ്ററിന് 2 ഓപ്പറൻസ് വരുന്നില്ല എങ്കിൽ, ഒരു യൂണറി ഓപ്പറേറ്റർ ആണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, റൈറ്റ് ചൈൽഡ് പോയിൻറ്റിങ് ടു 0 ആയിരിക്കും, എവിടേക്കും പോയിന്റ് ചെയ്യുന്ന ഒന്നായിരിക്കില്ല. ഇനി ഇത്തരത്തിലുള്ള ഒരു അറേ, ഒരു വലിയ പ്രോഗ്രാമിൻ്റെ DAGനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു അറേ റെപ്രസെൻറ്റേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൽ ഓരോ നോഡ്സും സെർച്ച് ചെയ്യുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആയിരിക്കും. അപ്പോൾ ആ ഒരു സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന ആ ഒരു ടാസ്ക് ഈസി ആൻഡ് ഫാസ്റ്റ് ആക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ അതൊരു ഹാഷ് ടേബിളായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോ നോഡ്സിൻ്റെയും കറസ്പോണ്ടിങ് റെക്കോർഡ് സ്റ്റോർ ചെയ്യുന്നത് ആ ഹാഷ് ഫംഗ്ഷൻ പോയിന്റ് ചെയ്യുന്ന ആ ഒരു ലൊക്കേഷനിലായിരിക്കും. അപ്പോൾ അവിടെ മോർ ദാൻ 1 നോഡ്സ് സെയിം ലൊക്കേഷനിലേക്ക് മാപ്പ് ചെയ്യപ്പെടുകയാണ്, ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് മാപ്പ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് അവിടെ മോർ ദാൻ 1 നോഡ്സ് കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ബക്കറ്റ് ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യാവുന്നതാണ്. ആ ഒരു ബക്കറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇതുപോലെ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ 9 എന്ന് പറയുന്ന ഈ ഒരു ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഹാഷ് ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്ന എല്ലാ നോഡ്സിനെയും നമുക്ക് 9 എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഇവിടെ ഈ ഒരു ബക്കറ്റിൻ്റെ എൻഡിലായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ എൻഡിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ വരുമ്പോൾ ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഓരോ നോഡിനെയും സെർച്ച് ചെയ്യുന്ന സമയത്ത് ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് അതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുകയും അതിലുള്ള ലിങ്ക്ഡ് ലിസ്റ്റ് മാത്രം ചെക്ക് ചെയ്താൽ നമുക്ക് ആ കറസ്പോണ്ടിങ് നോഡിനെ ഫൈൻഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. കുറച്ചും കൂടെ എഫക്റ്റീവ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഹാഷ് ടേബിൾ യൂസ് ചെയ്തുകൊണ്ടുള്ള റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിൻടാക്സ് ട്രീനെക്കാട്ടിലും ഒന്നും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷനാണ് DAG എന്ന് പറയുന്നത്. അതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള സബ് എക്സ്പ്രഷൻസിനെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള സബ് എക്സ്പ്രഷനെ സിംഗിൾ നോഡ് വെച്ച് തന്നെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. മോർ ദാൻ 1 പാരൻറ്റിൻ്റെ ചൈൽഡ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ലീനിയറൈസ്ഡ് റെപ്രസെൻറ്റേഷൻ ആണ് 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നത്. ഒരു DAGയും അതിൻ്റെ കറസ്പോണ്ടിങ് 3 അഡ്രസ് കോഡുമാണ് നമുക്കിവിടെ കാണിച്ചിട്ടുള്ളത്. 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നത് അതിൻ്റെ പേര് റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ അതിൽ 3 അഡ്രസ്സസ് മാക്സിമം അറ്റ്മോസ്റ്റ് 3 അഡ്രസ്സസ് പോസിബിൾ
ആയിട്ടുള്ളൂ എന്നുള്ളതാണ് 3 അഡ്രസ് കോഡിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു 3 അഡ്രസ് കോഡാണ്. ഇതിൽ B-C എന്ന് പറയുന്ന 2 ഓപ്പറൻസിൻ്റെ അഡ്രസ്സും അതുപോലെ അതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്ന T1 എന്ന് പറയുന്ന ഒരു ടെമ്പററി ലൊക്കേഷൻ്റെ അഡ്രസ്സും, ഇങ്ങനെ 3 ലൊക്കേഷൻസ് മാത്രമാണ് ഇതിൽ അലൗഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അറ്റ് മോസ്റ്റ് 1 operator on the right side of an instruction is allowed. A source language expression like x plus y into z translated into the sequence of 3 address instructions like T1 equal to y star z, T2 equal to x plus T1. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ മാക്സിമം 3 അഡ്രസ്സസും അതുപോലെ 1 ഓപ്പറേറ്ററും മാത്രമാണ് ഓരോ 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2 ഓപ്പറേറ്ററും 3 ഓപ്പറൻസുമുള്ള ഒരു നോർമലി നമ്മളൊരു പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ കാണുന്ന ഇത്തരത്തിലുള്ള ഒരു എക്സ്പ്രഷനെ 2 3 അഡ്രസ് റെപ്രസെൻറ്റേഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മെഷീൻ ലാംഗ്വേജിലൊക്കെ കൺവേർട്ട് ചെയ്യാൻ കൂടുതൽ ഈസി ആക്കാൻ വേണ്ടിയിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യുന്നതാണ് 3 അഡ്രസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്, ഈ 3 അഡ്രസ് റെപ്രസെൻറ്റേഷനിൽ അഡ്രസ്സസും ഇൻസ്ട്രക്ഷൻസും എന്തെല്ലാം ഫോമാറ്റിൽ ആവാം, എന്തെല്ലാം ഫോം അത് പോസിബിൾ ആണ് എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നത്. 3 അഡ്രസ് കോഡ് ഈസ് ബിൽറ്റ് ഫ്രം 2 concepts, address and instructions. In object-oriented terms, this concept corresponds to classes and kinds of addresses and instructions correspond to appropriate subclasses. അഡ്രസ്സസിനെയും ക്ലാസ്സിനെയും നമുക്ക് ക്ലാസ്സസ് ആയിട്ടും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് വെച്ച് പറയുകയാണെങ്കിൽ അതിന് ഓരോന്നിനെയും ഒരു സ്പെസിഫിക് ക്ലാസ്സസ് ആയിട്ടും അതിൻ്റെ സബ് ക്ലാസ്സസ് ആയിട്ടും ഒക്കെ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 3 അഡ്രസ് കോഡ്സ് നമുക്ക് റെക്കോർഡ്സ് യൂസ് ചെയ്തുകൊണ്ടും അതിൽ ഫീൽഡ്സ് അഡ്രസ്സസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഫീൽഡ്സ് യൂസ് ചെയ്തുകൊണ്ട് 3 അഡ്രസ് കോഡിനെ റെക്കോർഡ്സ് ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ക്ലാസ്സസ് ആയിട്ടും സബ് ക്ലാസ്സസ് ആയിട്ടും ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ റെക്കോർഡ്സ് യൂസ് ചെയ്തുകൊണ്ടും 3 അഡ്രസ് കോഡിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. റെക്കോർഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ DAGയിലെ അറേ റെപ്രസെൻറ്റേഷൻ കണ്ടതുപോലുള്ള ഒരു ഫോം തന്നെയാണ് അതിന് വരുന്നത്. ഇനി an address can be of one of the following: a name. Source program names can appear as addresses. നമ്മൾ നേരത്തെ കണ്ട DAGൻ്റെ അറേ റെപ്രസെൻറ്റേഷനിൽ കണ്ട എക്സാമ്പിൾ പോലെ അവിടെ B-C എന്നുള്ളതിന് -B-C എല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം സോഴ്സ് ലാംഗ്വേജിലുള്ള നെയിംസ് തന്നെയാണ്. അത്തരത്തിലുള്ള നെയിംസ് നമുക്ക് അഡ്രസ്സസിൻ്റെ പൊസിഷനിൽ വരാവുന്നതാണ്. എ കോൺസ്റ്റൻറ്റ് നമുക്ക് നമ്പർ 10 എന്നുള്ളത് വന്നിരുന്നു, അതുപോലുള്ള കോൺസ്റ്റൻസ് വരാവുന്നതാണ്. അതുപോലെ തന്നെ ലിറ്ററൽസും വരാവുന്നതാണ്. കമ്പൈലർ ജനറേറ്റഡ് ടെമ്പററി, അതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. T1 എന്നുള്ളത് ചില സ്ഥലങ്ങളിൽ T1 T2 എന്നെല്ലാം പറയുന്ന ടെമ്പററി ലൊക്കേഷൻസ് വന്നിരുന്നു. കമ്പൈലർ ജനറേറ്റ് ചെയ്യുന്ന അത്തരം വാല്യൂസും പോസിബിളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് 3 അഡ്രസ് കോഡിൻ്റെ കേസിൽ അഡ്രസ്സസിൽ വരാൻ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി കോമൺ 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ ഫോം, മൊത്തത്തിൽ ഒരു 3 അഡ്രസ് കോഡിനെ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിനെ നമ്മൾ മെഷീൻ ലാംഗ്വേജിലേക്കൊക്കെ മാറ്റുന്ന സമയത്ത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മൊത്തത്തിൽ പറയുന്നതാണ് ഇൻസ്ട്രക്ഷൻസ്. അതുപോലെ ഇതിൽ അഡ്രസ്സസ് ആണ് പിന്നെ കാണുന്നത്, പിന്നെ ഈ ഓപ്പറേറ്റർ ആണുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ 3 അഡ്രസ് ഇൻസ്ട്രക്ഷനിലും ഒരു സിംഗിൾ ഓപ്പറേറ്റർ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ നമുക്ക് ഒരു ഈക്വൽ ടു ഓപ്പറേറ്ററും കൂടെ എക്സ്ട്രാ ആയിട്ട് കാണാം. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പറയും. അപ്പോൾ അതെല്ലാമാണ് ഇവിടെ ഈ ഇൻസ്ട്രക്ഷൻസിൻ്റെ കേസിൽ പറയുന്നത്, കോമൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിൻ്റെ ഫോംസ് പറയുന്നത്. ഫസ്റ്റിൽ പറയുന്ന ഫോം അസൈൻമെൻറ്റ് ഇൻസ്ട്രക്ഷൻ ഓഫ് ദ ഫോം x ഈക്വൽ ടു y ഓപ്പറേറ്റർ z. ഇത്തരത്തിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് 3 അഡ്രസ് കോഡിൽ കാണാവുന്നതാണ്. ഇതിനെ പക്ഷേ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ റെക്കോർഡൊക്കെ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 ഫീൽഡ്സ് തന്നെ ഉണ്ടാവുള്ളൂ. എക്സ്, വൈ, സെഡ് എന്ന് പറയുന്ന 3 ഫീൽഡ്സും അതുപോലെ ഒരു ഓപ്പറേറ്ററും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇംപ്ലൈഡ് ആണ്. അതായത് നമുക്കിതിൻ്റെ 3 അഡ്രസ് റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയാണെങ്കിൽ OP ഓപ്പറേറ്ററും അതുപോലെ
ഫസ്റ്റ് അഡ്രസ് ആൻഡ് സെക്കൻഡ് അഡ്രസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റിസൾട്ട് ഫീൽഡിൽ ഒരു തേർഡ് അഡ്രസ്സും ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണോ ഫസ്റ്റ് സെക്കൻഡ് ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ അഡ്രസ്സസ് അതിലുള്ളതിനെ ഈ ഓപ്പറേറ്റർ വെച്ച് പെർഫോം ചെയ്തതിൻ്റെ റിസൾട്ട് ഇതിലേക്ക് അസൈൻ ചെയ്യുക, റിസൾട്ട് ഫീൽഡിലേക്ക് അസൈൻ ചെയ്യുക എന്നുള്ളത് ഒരു വെൽ അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിനെ നമ്മൾ അതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് അസൈൻമെൻറ്റ് ഓഫ് ദ ഫോം എക്സ് ഈക്വൽ ടു ഒ പി വൈ. ഇത്തരത്തിലുള്ള ഷോർട്ട് ആൻഡ് ഓപ്പറേറ്റർ പോസിബിളാണ്. ഇത്തരത്തിലുള്ള ഷോർട്ട് ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഒരു 2 അഡ്രസ് ആൻഡ് 1 ഓപ്പറേറ്റർ എന്നുള്ള രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഇതിൽ പോസിബിളാണ്. കോപ്പി ഇൻസ്ട്രക്ഷൻ ഓഫ് ദ ഫോം എക്സ് ഈക്വൽ ടു വൈ. ഈ എക്സ് ഈക്വൽ ടു വൈ വരുന്ന കേസിൽ ഇവിടെ ഈക്വൽ ടു എന്നുള്ളത് ഓപ്പറേറ്റർ ആയിട്ട് തന്നെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതും ഏകദേശം സിമിലർ ആയിട്ടാണ് നമുക്ക് വരുന്നത്. അൺകണ്ടീഷണൽ ജമ്പ് ഗോ ടു എൽ. ഇത്തരത്തിലുള്ള ഒരു ജമ്പ് ഇൻസ്ട്രക്ഷൻ നമുക്ക് ഈ ഒരു റെപ്രസെൻറ്റേഷനിൽ പോസിബിൾ ആണ്. കണ്ടീഷണൽ ജമ്പ് ഓഫ് ദ ഫോം ഇഫ് എക്സ് ഗോ ടു എൽ ആൻഡ് ഇഫ് ഫാൾസ് എക്സ് ഗോ ടു എൽ. ഇത്തരത്തിലുള്ള കണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷൻസും പോസിബിൾ ആണ്. കണ്ടീഷണൽ ജമ്പ് സച്ച് ആസ് ഇഫ് എക്സ് റിലേഷണൽ ഓപ്പറേറ്റർ വൈ ഗോ ടു എൽ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഗോ ടുയിലേക്കുള്ള ഒരു കണ്ടീഷണൽ ജമ്പ് പോസിബിൾ ആണ്. അതുപോലെ തന്നെ ഇഫ് എക്സ് ട്രൂ ആണെങ്കിൽ ഗോ ടു എൽ, അതല്ല ഇഫ് എക്സ് ഫാൾസ് ആണെങ്കിൽ ഗോ ടു എൽ. ഇത്തരത്തിലെല്ലാം ഉള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് 3 അഡ്രസ് കോഡ് റെപ്രസെൻറ്റേഷനിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് പറയുന്നതാണ് പ്രൊസീജിയർ കോൾസ് ആൻഡ് റിട്ടേൺസ്. ഇപ്പോൾ ഒരു പ്രൊസീജിയറിന് 3 അഡ്രസ് റെപ്രസെൻറ്റേഷനിൽ കൊടുക്കുന്ന സമയത്ത് പാരാമീറ്റേഴ്സിനെ എല്ലാം ഇതുപോലെ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പാരാമീറ്റർ x1, പാരാമീറ്റർ x2 എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു പ്രൊസീജിയർ ആണെങ്കിൽ x1, x2, xn എന്ന് പറയുന്നതിനെ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുകയും പിന്നീട് ആ പ്രൊസീജിയർ നെയിമും നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് എന്നും ഇതുപോലെ കോൾ എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് അതിനെ പാസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലാണ് ഒരു പ്രൊസീജിയർ കോൾ ആൻഡ് റിട്ടേൺ ഉണ്ടെങ്കിൽ ഇതിനുശേഷം ഒരു റിട്ടേൺ ബൈ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ y ഈക്വൽ ടു കോൾ പി എൻ എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇത്തരത്തിലാണ് ഒരു പ്രൊസീജിയറിന് 3 അഡ്രസ് റെപ്രസെൻറ്റേഷനിൽ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് ഒരു റിസൾട്ട് ഫീൽഡ്, ദെൻ ഒരു ഓപ്പറേറ്റർ ഫീൽഡ്, ദെൻ 2 അഡ്രസ് ഓർ ഓപ്പറൻറ്റ് ഫീൽഡ്സ് എന്നുള്ള രീതിയിൽ ഇതിനെയും നമുക്ക് 3 അഡ്രസ് റെപ്രസെൻറ്റേഷനിൽ കൊടുക്കാവുന്നതാണ്. പിന്നീട് ഇത് വെച്ച് കൊടുക്കാവുന്ന ഒരു ടൈപ്പാണ് ഇൻഡെക്സ്ഡ് കോപ്പി ഇൻസ്ട്രക്ഷൻ ഓഫ് ദ ഫോം എക്സ് ഈക്വൽ ടു വൈ ഐ ആൻഡ് എക്സ് ഐ ഈക്വൽ ടു വൈ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ എക്സിലേക്ക് അസൈൻ ചെയ്യുന്നത് വൈ എന്ന് പറയുന്ന ബേസ് അഡ്രസ് പ്ലസ് ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഓപ്പറേറ്റർ പ്ലസ് ആണ് വരിക എന്നുള്ളതൊക്കെ അറിയാം. ഇനി ഇവിടെ വരികയാണെങ്കിൽ എക്സ് പ്ലസ് ഐ ലൊക്കേഷനിലേക്ക് വൈനെ അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം തന്നെ നമുക്ക് 3 അഡ്രസ്സസും ഒരു ഓപ്പറേറ്ററും വെച്ചുകൊണ്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അത് അഡ്രസ് ആൻഡ് പോയിൻ്റർ അസൈൻമെൻറ്റ് ഓഫ് ദ ഫോം എക്സ് ഈക്വൽ ടു ആംബർസെൻറ്റ് വൈ ആൻഡ് വൈ ഈക്വൽ ടു സ്റ്റാർ വൈ ആൻഡ് സ്റ്റാർ എക്സ് ഈക്വൽ ടു വൈ. ഇത്തരത്തിലുള്ള പോയിൻ്റർ അസൈൻമെൻറ്റ്സും നമുക്ക് 3 അഡ്രസ് കോഡ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെയാണ് 3 അഡ്രസ് റെപ്രസെൻറ്റേഷനിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഈ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്. ഡു ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 വൈൽ എ ഓഫ് ഐ ലെസ് ദാൻ വി. ഇപ്പോൾ ഈ ഒരു 2 സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഡു വൈൽ ലൂപ്പിൻ്റെ 3 അഡ്രസ് റെപ്രസെൻറ്റേഷൻ്റെ 2 പോസിബിൾ വേസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഐ പ്ലസ് 1നെ ഐയിലേക്ക് തന്നെ അസൈൻ ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഈ ഇൻക്രിമെൻറ്റ് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഐ പ്ലസ് 1നെ ഒരു ടെമ്പററി വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുകയും പിന്നീട് അതിനെ ഐയിലേക്ക് തന്നെ അസൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ദെൻ T2 എന്ന് പറയുന്ന ഒരു ടെമ്പററി വേരിയബിളിൽ എ ഓഫ് ഐ എന്ന് പറയുന്ന ഈ കറക്റ്റ് ലൊക്കേഷനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഐൻ്റെ ഫീൽഡ് വിഡ്ത്ത് 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് അതിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻഡെക്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് T2 യൂസ് ചെയ്തിട്ടുണ്ട്. ആ T2 യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ T3യിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. ഈ T3 എന്ന് പറയുന്നത് ലെസ് ദാൻ വി ആണോ എന്നുള്ളത്, ആ റേഞ്ചിൻ്റെ അകത്തുള്ളതാണോ എന്നുള്ളത് നോക്കുന്നുണ്ട്. അതിനുശേഷം റിപ്പീറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഡിസിഷൻ എടുക്കുന്നു. ഇത്തരത്തിലാണ് ഇതിനെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 അഡ്രസ് കോഡ്സിന് നമുക്ക് ക്ലാസ്സസ് ആയിട്ടോ
അതല്ലെങ്കിൽ റെക്കോർഡ്സ് ആയിട്ടോ റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ റെക്കോർഡ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന 3 റെപ്രസെൻറ്റേഷൻസ് ആണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. 3 ടൈപ്പ് റെപ്രസെൻറ്റേഷൻസ് റെക്കോർഡ്സ് ആയിട്ട് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്വാഡ്രപ്പിൾസ്, ട്രിപ്പിൾസ് ആൻഡ് ഇൻഡയറക്റ്റ് ട്രിപ്പിൾസ്, ഈ 3 ടൈപ്പാണ് നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ടൈപ്പ് ക്വാഡ്രപ്പിൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ 4 ഫീൽഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു ഓപ്പറേറ്റർ ഫീൽഡ്, ആർഗ്യുമെൻറ്റ് 1, ആർഗ്യുമെൻറ്റ് 2 ആൻഡ് റിസൾട്ട്. ഇങ്ങനെ 4 ഫീൽഡ്സ് ആണ് നമുക്കതിൽ കാണാൻ സാധിക്കുക. ഇനി ഇതിൽ കുറച്ച് എക്സെപ്ഷൻസ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണറി ഓപ്പറേറ്റേഴ്സ് വരുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള x=y എന്ന രീതിയിലുള്ള അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വരുമ്പോൾ ആർഗ്യുമെൻറ്റ് 2 ഉണ്ടായിരിക്കില്ല. അതുപോലെ പ്രൊസീജിയർ കോളിൻ്റെ കേസിൽ പരം എന്നുള്ള കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് അതുപോലെയുള്ള ഓപ്പറേറ്റർ, ഈ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് പാരാമീറ്റർ ലിസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്തും ആർഗ്യുമെൻറ്റ് 2 empty ആയിരിക്കും. കണ്ടീഷണൽ ആൻഡ് അൺകണ്ടീഷണൽ ജംസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് ടാർഗറ്റ് ലേബൽ എന്ന് പറയുന്നത് റിസൾട്ട് ഫീൽഡിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ്റെ ക്വാഡ്രപ്പിൾ റെപ്രസെൻറ്റേഷനും അതിൻ്റെ 3 അഡ്രസ് കോഡുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത് -c എന്ന് പറയുന്ന യൂണറി ഓപ്പറേഷനാണ്. അതിനെ ടെമ്പററി വാല്യൂയിലേക്ക് സേവ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഓപ്പറേറ്റർ ആർഗ്യുമെൻറ്റ് 1 c ആണ്, ആർഗ്യുമെൻറ്റ് 2 empty ആണ്, റിസൾട്ട് ഫീൽഡിൽ t1 കൊടുത്തിരിക്കുന്നു. ഈ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. t2ൽ b* -c1 എന്നതിന് പകരമായിട്ട് b* t1 കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെ t1 t2 എന്ന് പറയുന്ന 2 ടെമ്പററി ലൊക്കേഷൻസും ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. എന്നാൽ ആർഗ്യുമെൻറ്റ് 1 ആയിട്ട് ബിയും ആർഗ്യുമെൻറ്റ് 2 ആയിട്ട് t1ഉം, അതായത് ഇവിടുത്തെ റിസൾട്ടും, ദെൻ അതിൻ്റെ റിസൾട്ട് സേവ് ചെയ്യാനായിട്ട് t2 എന്ന് പറയുന്ന ഒരു ടെമ്പററി ലൊക്കേഷനും പിന്നെ ഓപ്പറേറ്ററും, ഈ രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഇതിൽ നിന്നും ക്വാഡ്രപ്പിളിൽ നിന്നും ഒരു ചെറിയ ഡിഫറൻസ് മാത്രമാണ് ട്രിപ്പിൾസിനുള്ളത്. അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ 3 ഫീൽഡ്സ് ആണ് ഇവിടെ ഓരോ 3 അഡ്രസ് കോഡ് റെപ്രസെൻറ്റേഷനും വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഓപ്പറേറ്റർ ആർഗ്യുമെൻറ്റ് 1, ആർഗ്യുമെൻറ്റ് 2, റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. അതിന് പകരം അതിൻ്റെ ലൊക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട്, അതിൻ്റെ ലൊക്കേഷൻ ഒരു പോയിൻ്റർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഫങ്ഷനിങ് ഇവിടെ അച്ചീവ് ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഇവിടെ ഇതിന് ഈ ഒരു -c ഒരു t1ലേക്ക് സ്റ്റോർ ചെയ്യുന്നതിന് പകരം അതിൻ്റെ റിസൾട്ട് അതിൻ്റെ ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്തുകൊണ്ട് ഇവിടെ ആർഗ്യുമെൻറ്റ് 2 കൊടുത്തിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് മാത്രമാണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പൊസിഷൻസ് ഓർ പോയിന്റേഴ്സ് ടു പൊസിഷൻസ് വർ കോൾഡ് വാല്യൂ നമ്പേഴ്സ്. ഈ വാല്യൂ നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിൽ പോയിന്റിങ് പോസിബിൾ ആക്കിയിട്ടുള്ളത്. ഇനി ക്വാഡ്രപ്പിൾസും ട്രിപ്പിൾസും ആയിട്ട് നമുക്ക് 3 അഡ്രസ് കോഡിൻ്റെ റെക്കോർഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ അതിന് ഇത്തരം റെപ്രസെൻറ്റേഷൻസിന് കോഡ് ഒപ്റ്റിമൈസേഷനിലേക്ക് വരുന്ന സമയത്ത്, ഒപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടെമ്പററി ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ടെമ്പററി ലൊക്കേഷനിലേക്കുള്ള അസൈൻമെൻറ്റ്സിനെയെല്ലാം ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്ത് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നതിലൂടെയും നമുക്ക് ചിലപ്പോൾ കോഡ് ഒപ്റ്റിമൈസേഷൻ പോസിബിൾ ആയിരിക്കും. ഇങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ട്രിപ്പിൾ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ അതിൻ്റെ ലൊക്കേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഓർഡർ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഇപ്പോൾ ഇവിടെ ഇതിൽ വരുന്ന ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ നമ്മൾ ഇവിടെ പെർഫോം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരു ലൊക്കേഷനിൽ ഇവിടെ 2 പ്രാവശ്യം -c ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു -c നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് എവിടെയെങ്കിലും വെക്കുന്ന സമയത്ത്, ഇപ്പോൾ ഈ ഒരു -c വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ഈ റിസൾട്ട് തന്നെ എടുത്താൽ മതി എന്ന് തീരുമാനിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ ഇവിടുന്ന് സ്കിപ്പ് ആവുകയും അതിനനുസരിച്ച് ഇതെല്ലാം ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ഈ ലൊക്കേഷനിലെല്ലാം ചേഞ്ച് വരും. അതാണ് നമ്മളുടെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്ത് ട്രിപ്പിൾ റെപ്രസെൻറ്റേഷനുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. എന്നാൽ ക്വാഡ്രപ്പിൾ റെപ്രസെൻറ്റേഷനിൽ ഈ ഒരു പ്രോബ്ലം വരുന്നില്ല. കാരണം അവിടെ ലൊക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, എന്നാൽ അവിടെ ഒരുപാട് ടെമ്പററി ലൊക്കേഷൻസ് യൂസ് ചെയ്യുന്നു. ടെമ്പററിയിലേക്കുള്ള അസൈൻമെൻറ്റ് ഓപ്പറേഷൻസും ഒരുപാട് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു
ആക്ഷൻ ആയിരുന്നു ട്രിപ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. എന്നാൽ ട്രിപ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴും ഈ സീക്വൻഷ്യൽ ഓർഡർ ചേഞ്ച് ചെയ്യേണ്ടി വരുമ്പോഴുണ്ടാവുന്ന ഒരു പ്രോബ്ലം അവിടെ ഒക്കർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഡിസഡ്വാൻറ്റേജസും അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് ഇൻഡയറക്റ്റ് ട്രിപ്പിൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ 3 അഡ്രസ് കോഡ് ട്രിപ്പിൾ റെപ്രസെൻറ്റേഷൻ അതിൻ്റെ പൊസിഷൻ വെച്ച് കൊടുത്തിരിക്കുന്നു. എന്നാൽ ഇൻ കേസ് നമ്മൾ അതിനോട് അഡീഷണലായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻസിൻ്റെ അറേ ലിസ്റ്റും കൂടെ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇവിടെ ആ സീക്വൻഷ്യൽ ഓർഡർ, ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ്റെ സീക്വൻഷ്യൽ ഓർഡർ കൊടുത്തിരിക്കുന്നത് ഈ ഒരു അറേയിലാണ്. ഇവിടെ 0 1 2 3. അപ്പോൾ ഇവിടെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ ഈ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ അതിൻ്റെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ മാത്രം കൊടുത്താൽ മതി. നമുക്ക് ആ ആദ്യം ഉണ്ടായിരുന്ന ഓർഡർ തന്നെ ഇവിടെ കീപ്പ് ചെയ്താൽ മതി എന്നുള്ളതാണ് അതിൻ്റെ ഈസിനെസ് എന്ന് പറയുന്നത്. An optimizing compiler can move an instruction by reordering the instruction list without affecting the triple themselves. നെക്സ്റ്റ് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ ആണ് സ്റ്റാറ്റിക് സിംഗിൾ അസൈൻമെൻറ്റ് ഫോം എന്ന് പറയുന്നത്. ഇത് കോഡ് ഒപ്റ്റിമൈസേഷൻ്റെ സ്റ്റേജിലേക്കൊക്കെ വരുമ്പം എഫക്റ്റീവായിട്ട് ഒപ്റ്റിമൈസേഷൻ പോസിബിൾ ആക്കുന്ന ഒരു ടൈപ്പ് ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. 3 അഡ്രസ് കോഡിൽ നിന്നും 2 ആസ്പെക്റ്റിലാണ് ഇതിൻ്റെ ഡിഫറൻസ് പറയുന്നത്, അല്ലെങ്കിൽ അത് വ്യത്യസ്തമായിരിക്കുന്നത് 2 കാര്യങ്ങളിലാണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് all assignment in SSA are to variables with distinct names. ഒരു പ്രാവശ്യം ഒരു വാല്യൂ അസൈൻ ചെയ്ത ഒരു വേരിയബിളിലേക്ക് പിന്നീട് അസൈൻമെൻറ്റ്സ് ഒന്നും പെർഫോം ചെയ്യുന്നില്ല. ഓരോ പ്രാവശ്യവും നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വേരിയബിൾസിലേക്കായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്ന ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 3 അഡ്രസ് കോഡെങ്കിൽ ഇവിടെ നമുക്ക് P = A + B, Q = P - C, ദെൻ അഗെയിൻ ഈ പിയിലേക്ക് തന്നെ നമ്മൾ വാല്യൂ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. Q*D, P = E - P. ഇപ്പോൾ ഇവിടെ വീണ്ടും P യൂസ് ചെയ്യുന്നു, ഇവിടെ വീണ്ടും P യൂസ് ചെയ്യുന്നു. ഇവിടെ 3 പ്രാവശ്യം Pയിലേക്ക് തന്നെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നു, 2 പ്രാവശ്യം Qയിലേക്കും അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഒരേ വേരിയബിളിലേക്ക് തന്നെ വാല്യൂ അസൈൻമെൻറ്റ് ഒഴിവാക്കുന്നു എന്നുള്ളതാണ് SSAയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ P1 P2 എന്നെല്ലാം കൊടുത്തുകൊണ്ട് ഈ ഓരോ വേരിയബിൾ നെയിമും ഡിസ്റ്റിങ്ക്റ്റ് ആക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു എക്സ്പ്രഷനിലാണ്. അതായത് if flag is equal to true, then x = -1, else x = 1 and y = x into a. ഇത്തരത്തിലുള്ള ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇതിൻ്റെ 3 അഡ്രസ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ SSA റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റുന്ന സമയത്ത് ഇവിടെ ഒരു വേരിയബിളിലേക്ക് ഒരു സമയത്ത് മാത്രമേ വാല്യൂ അസൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് x1 x2 എന്ന രീതിയിൽ ഇതിനെ എടുക്കേണ്ടി വരും. അപ്പോൾ ഫ്ലാഗ് ട്രൂ ആണെങ്കിൽ x1ലേക്ക് -1 അസൈൻ ചെയ്യപ്പെടുന്നു, ഫ്ലാഗ് ഫാൾസ് ആണെങ്കിൽ x2ലേക്ക് 1 അസൈൻ ചെയ്യപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ പിന്നെ y = x into a എന്നുള്ളതിനെ നമ്മൾ x1 ആണോ x2 ആണോ ഇവിടെ കൊടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് സ്റ്റാറ്റിക് സിംഗിൾ അസൈൻമെൻറ്റ് ഫോം ഒരു നൊട്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, 5 ഫംഗ്ഷൻ. ഇത്തരത്തിലാണ് നമ്മളത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. x3 = 5, x1 x2. അപ്പോൾ ഇതിൽ ഏത് വാല്യൂ ആണോ പ്രസൻ്റ് ആയിട്ടുള്ളത് അതിനെ x3യിലേക്ക് അസൈൻ ചെയ്യപ്പെടുകയും അതിനെ പിന്നീട് y = x3 into a എന്നുള്ള രീതിയിൽ ആ ഒരു കാൽക്കുലേഷൻ പോസിബിൾ ആക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ 5 ഫംഗ്ഷനാണ് ഇതിൻ്റെ സെക്കൻഡ് ആസ്പെക്റ്റ് ദാറ്റ് മേക്സ് 3 അഡ്രസ് കോഡ് ഡിഫറെൻറ്റ് ഫ്രം SSA. അപ്പോൾ ഇത്രയാണ് ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.